ഇപ്പോൾ ശ്രീ ഉല്ലാസ്, അദ്ദേഹം ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ഉല്ലാസ്, ഈ കണ്ടെയ്നർ അടിഞ്ഞത് താങ്കളുടെ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്താണല്ലോ അല്ലേ? അതെ 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 അതെ. എന്താണ്? എന്റെ പഞ്ചായത്തിന്റെ പരിധിയിലാണ്, എന്റെ വാർഡിൽ കൂടിയാണ്. ഓ, അപ്പോൾ അവിടെ ആളുകളൊക്കെ ഇപ്പൊ എന്താണ് പറയുന്നത് ശ്രീ ഉല്ലാസ്? ഏതാണ്ട് ശക്തമായ ഒരു സൗണ്ട് കേട്ടാണ് പരിസരവാസികൾ നോക്കുന്നത്. ശക്തമായ മഴയും കാറ്റും ആ സമയത്തുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ പെട്ടെന്ന് ഭയന്നു അങ്ങനെ എന്നെ വിളിക്കുകയും, എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 19 മീറ്ററിന് അപ്പുറത്ത് മാറിയാണ് ഈ കണ്ടെയ്നർ അടിച്ചിരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് ചെല്ലുകയും കളക്ടറെയും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാവരും എത്തി. അവിടെ നിന്ന് ജനങ്ങളെല്ലാം, ആ പരിസരത്തുള്ള വീട്ടിലുള്ളവരെല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. നാളെ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ജില്ലാ കളക്ടറോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കളക്ടർ ഇക്കാര്യം പറഞ്ഞിരുന്നു, ഈ തൊട്ടടുത്തുള്ള വീടുകളിലെ ആളുകളോടൊന്ന് മാറി നിൽക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ അവിടുത്തെ ആളുകളാണോ ഈ കണ്ടെയ്നർ ആദ്യം അവരുടെ ശ്രദ്ധയിലാണോ വരുന്നത്, ഈ തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ? അതെ അതെ, തൊട്ട് പരിസരത്തുള്ള വീട്ടുകാരുടെ ശ്രദ്ധയിലാണ്. അവർ ശക്തമായ സൗണ്ട് കേട്ടാണ് അവർ ഈ കണ്ടെയ്നർ ആണോ, കാരണം ആൾക്കാരുടെ മനസ്സിനകത്ത് എല്ലാം ഇപ്പം ഈ ഒരു ഭയം നിൽക്കുന്നത് കൊണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവരെല്ലാവരും ഈ ഒരു ആശങ്കയോടുകൂടിയാണ് കഴിയുന്നത്. ഇപ്പൊ നിലവിൽ നമുക്ക് ആ ദൃശ്യം ചിത്രമൊക്കെ കണ്ടാൽ അത് ഒരു കാലി കണ്ടെയ്നർ എന്നുള്ള തരത്തിലാണ്. അതിന്റെ ഡോറുകളൊക്കെ തുറന്ന നിലയിലാണ്. ഇനി ഈ ശക്തമായ കാറ്റിൽ തിരയടിച്ച് അതിൽ തിരയിളക്കത്തിലൊക്കെ പെട്ട് ഡോർ തുറന്നു പോയാണോ എന്ന് അറിയില്ല. പക്ഷേ നിലവിൽ നമ്മൾ ആ ദൃശ്യങ്ങളും ചിത്രമൊക്കെ കാണുമ്പോൾ അതൊരു കാലി കണ്ടെയ്നർ എന്നുള്ള തരത്തിലാണ്. ഈ കണ്ട ആളുകൾ അങ്ങനെയാണോ പറഞ്ഞത് ശ്രീ ഉല്ലാസ്? അല്ല, ഞാനും നേരിട്ട് കണ്ടതാണ്. ഒരു ഡോറ് ഓപ്പൺ ആയി കിടപ്പുണ്ട്, ഒരു ഡോറേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അതിനകത്തൊരു ആശങ്ക എന്ന് പറയുന്നത്, കാരണം ഈ ശക്തമായ കടലും കാറ്റും മൂലം ചിലപ്പം ഡോർ ഓപ്പൺ ആകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡോറ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ, ഒരു ഡോറ് ക്ലോസ് ആയി തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. ശരി, അതാണ് ആശങ്കയ്ക്ക് കാരണമല്ലേ? അതെ അതെ അതെ. ഈ എന്താണ് ഇതിനുള്ളിൽ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങളില്ല. നമുക്ക് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു 13 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ എന്നുള്ള തരത്തിലായിരുന്നു. ഈ കാൽസ്യം കാർബൈഡ് പോലെയുള്ള ചില വസ്തുക്കൾ എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷെ അത് വ്യക്തമായ പരിശോധന നടത്തി അധികൃതർ തന്നെ ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും, എന്നാലേ ജനങ്ങളുടെ മനസ്സിനകത്തുള്ളൊരു ഭയം മാറുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ആ പരിസരത്തുള്ള വീട്ടുകാരെ എല്ലാം താൽക്കാലികമായി രാത്രിയിൽ അവരെ എല്ലാ ബന്ധു വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്, താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട് എല്ലാവരെയും. നാളെ രാവിലെ ഇതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ കാലാവസ്ഥ എങ്ങനെയാണ് ശ്രീ ഉല്ലാസ്? ഇപ്പോഴും അവിടെ മഴയും കാറ്റും ഒക്കെ ഉണ്ടോ? കടൽ പ്രക്ഷുബ്ധം കൂടിയാണോ? തീർച്ചയായിട്ടും, ശക്തമായ കടലും അതിനൊപ്പം തന്നെ കാറ്റും നല്ല മഴയും ഉണ്ട് ഇവിടെ ഈ പ്രദേശത്ത്. ഇപ്പോൾ താങ്കൾ അവിടെ നിന്ന് തിരികെ എത്തിയോ? വീട്ടിലേക്ക് എത്തിയോ? ഈ കണ്ടെയ്നർ ഉണ്ടായിരുന്ന സ്ഥലത്ത് തൊട്ട് ഇപ്പുറത്ത് നിപ്പുണ്ട്, ഇതിനോട് ഒരു വീടിന്റെ വാതിക്ക് നിപ്പുണ്ട്. ആളുകളൊക്കെ ഉണ്ടല്ലേ സമീപത്ത്? ആൾക്കാരുണ്ട് ഇപ്പോഴും. നമ്മൾ എല്ലാവരെയും ഒഴിപ്പിക്കുന്നുണ്ട്, വരുന്നവരെ എല്ലാവരെയും പറഞ്ഞവിടെ നിന്ന് വിടുന്നുണ്ട്. ഈ പോലീസ് സംഘമൊക്കെ ഉണ്ടോ? മറ്റേതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത് ശ്രീ ഉല്ലാസ്? റവന്യൂ വകുപ്പിന്റെ ആൾക്കാരുണ്ട്, കോസ്റ്റൽ പോലീസ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മിക്കവാറും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ധാരാളം ഫയർഫോഴ്സുകാരുണ്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഈ എന്താണ് അവിടുത്തെ ഒരു തീരുമാനം? ഈ നേരം പുലരുന്നത് വരെ കാത്തിരിക്കുക, അതിനുശേഷം പരിശോധിക്കുക, ഈ കാലാവസ്ഥ കൂടി അനുകൂലമാകുമ്പോൾ കൂടുതൽ പരിശോധന നടത്താം എന്നുള്ളതാണോ ഒരു തീരുമാനം ഉല്ലാസ്? തീർച്ചയായിട്ടും, കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമായി തന്നെ നിൽക്കുകയാണ്. നമുക്കൊരാൾക്ക് പോയി ഈ കണ്ടെയ്നറിന്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്നൊരു പോകാൻ പോലും ഒരു ഭയത്തിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ഒന്ന് പോയി ടോർച്ചടിച്ച് നോക്കാനോ ഒക്കെ ഉള്ളൊരു ഭയത്തിൽ ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ ഈ ശക്തമായ കടല് വരുന്നത് കൊണ്ട് ചിലപ്പം ഈ കണ്ടെയ്നർ ഇളകി മാറാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ശക്തമായ കടലുമുണ്ട് അതിനനുസരിച്ച്. ഈ അവിടെ ഒരു കടൽ ഭിത്തി, അത് അങ്ങനെ നെടുനീളത്തിൽ കിടക്കുന്ന ഒരു കടൽ ഭിത്തിയാണോ അതോ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണോ? കടൽ ഭിത്തിയിലേക്ക് കൂടി ഇടിച്ചു കയറിയാണ് കണ്ടെയ്നർ നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, കടൽ ഭിത്തി കൂടി ഇടിച്ചു കയറിയാണ് കണ്ടെയ്നർ നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ കടൽ ഭിത്തി തീരെ ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ശക്തമായ കടൽ കയറി വരാവുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ
അവിടെ ഖനനം നടക്കുന്നൊക്കെ വിവാദമായല്ലോ. അതിന് തൊട്ടടുത്ത സ്ഥലമാണല്ലോ അല്ലേ ശ്രീ ഉല്ലാസ് ഇത്? അതെ അതെ അതെ, ഖനനം നടക്കുന്ന മേഖലയിൽ നിന്ന് കൂടി വന്നാൽ ഒരു 5-6 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ശരി, അപ്പോൾ താങ്കൾ അവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അവിടെ പുതുതായി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ താങ്കളെ ബന്ധപ്പെടാം ശ്രീ ഉല്ലാസ്. ഏതായാലും നന്ദി. തീർച്ചയായിട്ടും. നന്ദി ശ്രീ ഉല്ലാസ്. നന്ദി ശ്രീ ഉല്ലാസ്. ഈ ഘട്ടത്തിൽ ഇത്രയും വിവരങ്ങൾ നൽകിയതിന്. അദ്ദേഹം ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ആ സമീപത്ത് തന്നെ ഉണ്ട്. അവിടെ പ്രദേശവാസികളാണ് ഈ കണ്ടെയ്നർ കരയിലേക്ക് അടിച്ചു കയറിയതിൻ്റെ ശബ്ദം കേട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അവരാണ് വിവരം അറിയിച്ചത്. അദ്ദേഹം അവിടെ എത്തി. ഇക്കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു പരിശോധനയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡ് കൂടിയാണ് ഇതെന്നാണ് പറഞ്ഞത്. അവിടെ ഉദ്യോഗസ്ഥ സംഘമുണ്ട്. പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് ഇപ്പോൾ തടസ്സമായിട്ടുള്ളത് ഈ കാലാവസ്ഥയാണ്. കാലാവസ്ഥ അനുകൂലമാകണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പരിശോധനകൾ നടക്കും. നിലവിലെ കണ്ടെയ്നറിൻ്റെ ഒരു ഡോർ അതിപ്പോഴും തുറന്ന അവസ്ഥയിലാണ്. പക്ഷേ അതിനുള്ളിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ അവിടെ നിന്നിപ്പോൾ മാറ്റുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് പറയുകയുണ്ടായി.